രാജ്ഭവൻ ഒരു കുഴപ്പമില്ല. ഭാരത് മാത കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജ്ഭവൻ. ഭാരത് മാത കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജ്ഭവൻ. ഭാരത് മാത കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭരണാധികാരികളല്ല. ഭരണഘടന ഒന്നും പറയുന്നില്ലെന്ന്. ഭരണഘടന പറയുന്നതാണോ നിങ്ങൾ ചെയ്യുന്നത്? ഭരണഘടന പറയുന്ന അനുസരിച്ച് ചൈനയ്ക്ക് സിന്ദാബാദ് വിളിക്കാൻ പറ്റും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണമാണ് കേട്ടത്. ഗവർണറെക്കാൾ വലുത് ഭാരതാംബയാണത്ര. സിംഹത്തിന്റെ പുറത്ത് ഏതോ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ചാരി നിർത്തിച്ച് കയ്യിലൊരു കാവിക്കൊടിയും ദണ്ടും കൊടുത്തതിന് ശേഷം ഒരു മന്ത്രി പറഞ്ഞ വാചകമാണ് നിങ്ങൾ കേട്ടത്. ഇത് മാത്രമല്ല, ഈ നാട് ഭരിക്കാനിരിക്കുന്നത് എത്രമാത്രം വലിയ വിവരക്കേടാണെന്നും സ്വന്തം നിലനിൽപ്പിനും അധികാരത്തിനും വേണ്ടിയും ഇതര മതസ്ഥർ പറയുന്ന പൊട്ടത്തരത്തെ പിന്താങ്ങുന്ന ഒരു ന്യൂനപക്ഷൻ. എന്ത് ചെയ്യും? നാടിൻ്റെ പോക്ക് എങ്ങോട്ടാ? നമ്മുടെ നാട്ടിലെ നികുതിപ്പണം കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ചില കേന്ദ്ര സഹവാഴമാർ ഇങ്ങനെയൊക്കെയാണ്. എന്ത് ഭരണഘടന? സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ തൊട്ടത് അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം വെറും ഒരു പുസ്തകം മാത്രമാണ്. ബൈബിളാണോ വലുത്, ഭരണഘടനയാണോ വലുതെന്ന് ചോദിച്ചാൽ ബൈബിൾ എന്ന് തന്നെ പറയും. അതാണ് മനോഭാവം. ഗവർണറെക്കാൾ വലുത് ഭാരതാംബയാണ്. എത്രമാത്രം വിവരമുള്ള ഒരു കേന്ദ്ര സഹമരവാഴ എന്ന് തന്നെ പറയേണ്ടി വരികയാണ്.